ഗുഡ് മോർണിംഗ് സുന്ദരീസ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. അടിപൊളി ഓണമാവട്ടെ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് കുളിച്ച് ഇനിയിപ്പോൾ ഞാൻ താഴേക്ക് പോകാൻ ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള തേങ്ങ ഞാൻ ചിരകാന്നുള്ളത്. ഉറക്കം ചെറിയ കുറവുണ്ട്. ഇതിൽ ഞാൻ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ഇത്തിരി ലേറ്റായി ഉറങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണ് കണ്ണിലുള്ളത്. അപ്പോൾ നമുക്ക് താഴെ പോവാം കേട്ടോ. ഇമൂസേ ഹാപ്പി ഓണം. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ഓണം ബേബി. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടി കൊടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യമയങ്ങും മുമ്പേ. ഛേ, പന്ത് കളിക്കണ്ടേ? ഛേ, ട്യൂൺ കറക്റ്റായില്ല കേട്ടോ. കുഞ്ഞ് എണീറ്റല്ലെങ്കിൽ അമ്മ ഇനിയും പാടും. ഒരുപാട് കറികളൊന്നും വെക്കണില്ല കേട്ടോ, കാരണം ഇത് കഴിച്ചു തീർക്കാനും പാടാണ്. അതിനേക്കാട്ടിനും ഉപരി ഇത് വെക്കാനും നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണല്ലോ. അപ്പോൾ അമ്മയാണ് വെക്കണത്. ഞാനിങ്ങനെ തേങ്ങ ചെറുക്കുക അങ്ങനത്തെ കുട്ടി കുട്ടി പണികൾ. ഇടയിൽ ഇമ്മക്കുട്ടി ഇതേ പൂ നുറുക്കുന്നുണ്ട്. ഇതേ റെഡി ആയിട്ടോ അമ്പലത്തിൽ പോകാൻ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ഒരുക്കങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട് ക്രോസ് ചെയ്താൽ തന്നെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെ ഒന്ന് പോവാം. ഇമ്മക്കുട്ടിക്ക് ഒരു പട്ടുപാവാട ഇടിച്ചിട്ടുണ്ട്. ഏട്ടനും റെഡിയായി. ഇത് നമ്മൾ ഫാസിയോന്ന് മേടിച്ച് കുർത്തിയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ ഇതിടാന്ന് വിചാരിച്ചു. നല്ല കംഫർട്ടബിളാണ് ഇത്. അമ്പലത്തിലേക്ക് പോകാനും ഓക്കെ. അത് കഴിഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും ഒരു മുണ്ടും വേഷ്ടിയോ അല്ലെങ്കിൽ ഒരു സാരിയിട്ട് എടുത്ത് ഫോട്ടോ ഇടണമെന്നുണ്ട്. അത് പിന്നെ നമുക്ക് ആവശ്യമാണല്ലോ ഓണത്തിനൊരു പ്രത്യേക ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിയിൽ. അമ്മ അങ്ങോട്ട് പോട്ടെ. വേണ്ടേ, നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം കയറിയിട്ടുണ്ട്. അയ്യോ, ഈ സ്റ്റെപ്പിൽ വന്ന് കിടക്കണ്ടല്ലോ ഫിഷിന്റെ ഫുഡ്. അതിന് കിട്ടാഞ്ഞിട്ടാവൂലേ? സൂക്ഷിക്കുന്ന ഇവിടെ നിന്നാ മതി. ഈ സ്റ്റെപ്പ് വരെ ഓക്കെ. ഇങ്ങനെയാണോ ഇടണേ? ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കുഞ്ഞിന് ഫുഡ്. ഏയ്, കുറച്ചുകൂടി സൂക്ഷിച്ച്. ആ പാത്രത്തോടുക്ക് കമത്തരുത് കേട്ടോ. ടടാ ടടാ ടടാ, എത്ര മീനാണല്ലേ. നല്ല രസാട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ. എന്റെ കയ്യും ഇതും കഴിക്കണം. കുളത്തുനിന്ന് കഴുകാനാ? ആ, ഏട്ടാ കുട്ടിക്ക് കൈ കഴുകണമെന്ന്. കുളത്തിൽ തന്നെ കഴുകണമെന്ന്. അപ്പൊ ഇതിന്റെ ഇതിന്റെ ചോറ് പാർട്ടിക്കിൾസ് ഒക്കെ. അയ്യോ, എന്തൊരു സ്നേഹം. കയ്യിലത്തെ ചോറ് പാർട്ടിക്കിൾസ് ഒക്കെ താഴെ പോയിട്ട് അതും മീനിന് തിന്നാനോളും. ഏട്ടനല്ലേ കുക്കിട്ട് കൊടുത്തേ കുഞ്ഞുന്? ഒക്കെ തുറന്ന് കിടക്കുന്നുണ്ടാ. പ്രാർത്ഥിക്കൂ. രക്ഷിക്കണേ, ഗണപതി എല്ലാ തടസ്സങ്ങളും തീർത്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ തടസ്സവും തീർത്ത് തരണേ പ്രാർത്ഥിച്ചോളൂ. വിനായകായ നമഃ, അല്ലമൂലകായ നമഃ, ഗണപതിയെ കാക്കുന്നു. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തി. വീട്ടിൽ പിന്നെ എത്തിയതെന്ന് പറയില്ല, ഞാൻ പറഞ്ഞില്ലേ തൊട്ട് ഓപ്പോസിറ്റാണ് അമ്പലം. അപ്പോൾ ഇമ്മക്കുട്ടി ഉള്ളിലത്തെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. അച്ഛനും ഇമ്മക്കുട്ടിയും കൂടിയിട്ടാണ് മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണത്. പിന്നെ നടുവിൽ തൃക്കാക്കരപ്പം വെച്ചിട്ട് അത് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുക. പാലക്കാട് തന്നെ ഇത് വേറെ ആയിട്ടാണ് പറയണത്. ഞാൻ തൃശ്ശൂർ നമ്മുടെ തറവാട്ടിലൊക്കെ ഇങ്ങനെയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ കുറേ നാളിന് ശേഷമാണ് ഞാനിത് വെക്കണതൊക്കെ കാണുന്നത്. നമ്മുടെ വീട്ടിലിതൊന്നും ഇപ്പോൾ പതിവൊന്നുമില്ല, കുറേ നാളായിട്ട് പതിവില്ല. ഇവിടെ പാലക്കാടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ തൃശ്ശൂരത്തെ ഓണം കഴിഞ്ഞിട്ടാവും ഞാൻ ഇങ്ങോട്ട് എത്തുക. അപ്പോഴേക്കൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതൊക്കെ വെക്കണ കാണുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ തറവാട്ടിലൊക്കെ വെച്ച് കണ്ട് പരിചയമുള്ളൂ. അപ്പോൾ എല്ലാ ഓണത്തിനൊന്നും നമുക്ക് തറവാട്ടിലേക്ക് വരാനും പറ്റിയെന്ന് വരില്ല. അച്ഛൻ ബാങ്കിലൊക്കെ ആയതുകൊണ്ടേ നമ്മൾ പല സ്ഥലത്താവും. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികം പതിവില്ല. അങ്ങനെ റിലീജിയസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. പക്ഷെ രസമാണ് ഇതൊക്കെ. എന്തായി? I am a hibiscus കുട്ടി.
മണമുണ്ടോ അതിന്? മൂക്കിലുള്ള പ്രാണിയും കയറും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളപ്പണി ഇടയ്ക്ക് വന്ന് ഞാനിങ്ങനെ എത്തി നോക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. മെയിനായിട്ടെല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ചോറ് ആയിട്ടുണ്ട്, 2-3 കറി ആയിട്ടുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ്. ഇത് തൃക്കാക്കരപ്പൻ നമ്മൾ ഈ നടുവിൽ വെച്ചിട്ടില്ലേ, അതിൻ്റെ മീതെ കൂടെ ഒഴിക്കില്ലേ ഇങ്ങനെ അരിപ്പൊടി ഇങ്ങനെ കുറുക്കിയിട്ട്. ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ്. കുറേ സ്ഥലങ്ങളിൽ ചെയ്തില്ല എന്ന് വരും. അതൊക്കെ ഒരാളുടെ ചോയ്സ് മാത്രമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ ഇത്തിരി ടെൻഷൻ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ചോദിക്കും, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്ത്, ഇതല്ലല്ലോ ശരിയായ രീതി, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. ചിലരിത് ചെയ്യാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലൊന്നും പതിവില്ല, നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അങ്ങനെ ചോദ്യം വരും, അതെന്താ നിങ്ങൾ ചെയ്യാത്തേ? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്കങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ഇതൊന്നും. നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, പറ്റില്ലെങ്കിൽ ചെയ്യണ്ട. മറ്റൊരാളെ ഉപദ്രവിക്കാണ്ട് ജീവിക്കുക, അത് മാത്രം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഫോളോ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതങ്ങനെ. എന്നിട്ട് ഞാൻ പിന്നെ റെഡി ആയിട്ടോ, ഞാൻ ഇമ്മക്കുട്ടിയൊക്കെ റെഡിയായി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഈ പൂക്കളത്തിൻ്റെ അവിടെ ചെറിയൊരു പൂജ പോലെ അച്ഛൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അങ്ങനെ. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാരണം. നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കുളത്തിൻ്റെ അവിടെ പോയി. ഫാമിലി ഫോട്ടോസ് ഈ മക്കുട്ടി വന്നില്ല കേട്ടോ കൊള്ളത്തി. ഞാനായിരുന്നു, ഞാൻ തന്നെ, അതാണല്ലോ മെയിൻ. എൻ്റെ തല എൻ്റെ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫിഗർ. ഇവിടെയാണ് കേട്ടോ നമ്മൾ തുണി തോരിടുക. നല്ലോണം വിശക്കുണ്ട്. എനിക്ക് ഈ രാവിലെ ഒരു 7 മണിക്കൊക്കെ കഴിച്ച് ശീലമുള്ളതുകൊണ്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ 9 മണി കഴിഞ്ഞു. ഞാൻ റെഡി ആട്ടോ, പുട്ടും പഴവും പപ്പടമൊക്കെ ആയിട്ട് റെഡിയാണ്. പുട്ടും പഴം കഴിക്കട്ടെ, എന്നിട്ട് ചെയ്യാം. അയ്യോ, എനിക്ക് ഭക്ഷണം കിട്ടിയപ്പോൾ എന്തൊരു ആശ്വാസം. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഭയങ്കര കറക്റ്റായിട്ട് ഇങ്ങനെ എൻ്റെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യണ കാരണം എനിക്ക് നല്ലോണം വിശക്കും. ഹായ്, എന്തൊരു സന്തോഷം. കുട്ടൻ വന്നിട്ടില്ലല്ലോ. ആരാണ് ഈ കുട്ടൻ? അച്ചക്കുട്ടൻ. ബാ. ഓ, ഇതിനിങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണല്ലേ. അത് സപ്പോർട്ടാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇരിക്കണോ? എന്താ ഇത്? ഇതെന്താ സാധനം? ഇതിന്റെ പേര് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വിളിക്കുന്നത് തലവെട്ടിപ്പൂ ആണോ? അങ്ങനെയാണോ വിളിക്കണേ? ഇനി എന്താ പരിപാടി? അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിയ തല പോവും. പാവം. കാണിക്കൂ. ചിലപ്പോ ഇത് വർക്കാവില്ല. പൊളിച്ച്. ഞങ്ങളിങ്ങനെ ചുമ്മാ പറമ്പിലിരുന്ന് ചിൽ വൈബ് മൂഡിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. നല്ല കാറ്റുണ്ട് കേട്ടോ. ചൂടാണെങ്കിലും നല്ല കാറ്റുണ്ട്. അതാണ് ഇവിടെ ഇരിക്കുമ്പോഴൊരു പ്രത്യേകത. നല്ല ഒരു സുഖ. അതെ, നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ ഇത്രയും നേരം 2 കമ്മലിട്ടിരുന്നത്. 2 കമ്മലോ? ആ, ആരും പറഞ്ഞില്ല. എന്താടാ കുഞ്ഞു എന്താ ചെയ്യണ? ഇനി പോട്ടെ, അടുക്കളയിൽ കുറച്ച് പണി. എന്നാലും ഇവരാരും പറഞ്ഞില്ലല്ലോ. എന്താണല്ലേ 2 കമ്മലായിട്ട്? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? കുഞ്ഞുവിന് മനസ്സിലായിരുന്നു അമ്മ 2 കമ്മലായിട്ട്? ഇനി കുറച്ച് പണികളും കൂടി ഉണ്ട്. ഓലൻ വെക്കണം കേട്ടോ. ഓലൻ എൻ്റെ ഫേവറേറ്റ്. ഇവിടുത്തെ ഓലൻ എന്ന് പറയണത് പയറും മത്തങ്ങയും കൂടിയിട്ട് വേവിച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കും. ലാസ്റ്റ് വെളിച്ചെണ്ണയും പിന്നെ കരിവേപ്പില അങ്ങനെ ഇടും. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, അത് ടേസ്റ്റാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയും ഇതല്ല ഓലൻ. ഓലൻ എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ നമ്മുടെ കുമ്പളങ്ങയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടാക്കില്ലേ, എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്നെ ഇമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനത്തെ ഓലൻ ഉണ്ടാക്കി തുടങ്ങി. എനിക്കിഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് അമ്മ പറയുന്ന ഇത്തവണ ഈ ഓലൻ മതി എന്നിട്ട് സദ്യക്ക് നമ്മുടെ നല്ല ശുദ്ധമായ നമ്മുടെ ഓലൻ ഉണ്ടാക്കും. ഞാനെന്നിട്ട് എപ്പോഴും കളിയാക്കും, നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഓലനല്ലേ, മത്തങ്ങയും പയറും കൂടി ചേർക്കുന്നത് ഓലനല്ല എന്നൊക്കെ പറയുക. അതും ടേസ്റ്റിയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം, സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഓലൻ. അതേപോലെ അവിയൽ, സാമ്പാറൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറുകൾ വളരെ ലാവിഷായി ഉപയോഗിക്കുന്നതാണ്. ലാവിഷായിട്ടല്ല, ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിലാണ് കേട്ടോ പായസം വെച്ചിരിക്കണം. ഓലനുള്ളതായിട്ടുണ്ട്. സാമ്പാർ ഇതേ ആയിക്കൊണ്ടിരിക്കണു.
അമ്മ ഇങ്ങനെ വളരെ തനതായ രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പോൾ പായസമാണെങ്കിൽ അതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കില്ല. പിന്നെ കുക്കർ പായസം ഒന്നും ഉണ്ടാക്കില്ല അമ്മ, അതിങ്ങനെ കുറുക്കി തന്നെ ഉണ്ടാക്കുക. പിന്നെ സാമ്പാറാണെങ്കിലും സാമ്പാർ പൊടിയൊന്നും ഇടില്ല, വറുത്തരച്ച് തന്നെയാണ് അമ്മ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റൊക്കെ. ദേ ഇപ്പോൾ ഈ മക്കുട്ടിയും അമ്മയും കൂടെ കളിക്കുകയാണ്. അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കല്ല് പെറുക്കി എറിഞ്ഞ് കളിക്കില്ലേ, അതാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാനായിട്ട്. അമ്മയുടെ കൂടെയൊക്കെയാണ് കേട്ടോ ഇമ്മക്കുട്ടി ഇങ്ങനത്തെ ഒക്കെ കളിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പണി കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക സദ്യ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ. കുറേ പേർക്ക് സദ്യ അത്ര ഇഷ്ടമല്ല അല്ലേ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ സദ്യ കഴിക്കുമ്പോൾ ആ സൈഡിൽ ഒരു മീൻ വറുത്തത്, ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ കംപ്ലീറ്റ് ആവും. ആവശ്യത്തിനുള്ള ഒരു പ്രോട്ടീനും ആവും. അത് മാത്രമല്ല ടേസ്റ്റും അടിപൊളിയല്ലേ. അച്ഛന് കുറച്ചധികം വേണ്ടേ? ഇത്രയ്ക്ക് അമ്മയ്ക്ക് ഇത്രയ്ക്ക് മതി അല്ലേ? എന്നാലും ഇത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതും എനിക്ക് വീട്ടിലിരുന്ന് സദ്യ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കല്യാണങ്ങൾക്കൊക്കെ പോയിട്ട് സദ്യ കഴിക്കുമ്പോൾ ഭയങ്കര തിക്കുമുട്ടല്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെ അത്ര നന്നായി കഴിക്കാൻ പറ്റാറില്ല. അതല്ല വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ നല്ല വിശദമായിട്ട് ഇരുന്ന് ഇങ്ങനെ കഴിച്ചു. എല്ലാ കറികളും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നത് ഇഷ്ടമല്ല, ഇന്നത് മാത്രം മതി അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം, ഇത്തിരി ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പൈനാപ്പിൾ പച്ചടി അത്ര താല്പര്യമില്ല, പക്ഷെ അതും കഴിക്കും. കൂട്ടുകറി അത്ര താല്പര്യമില്ല, ബാക്കിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ എല്ലാം ഞാൻ കഴിച്ചങ്ങനെ ക്ലീൻ ആക്കുമല്ല, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിങ്ങാണ്. അത് കഴിഞ്ഞ് നമുക്ക് സേമിയ പായസം കേട്ടോ. അത്രയും കൂടെ കഴിച്ചപ്പോൾ ഞാൻ മന്ദം മയങ്ങി. എനിക്കിനി ഒരടി നടക്കാനുള്ളൊരു ആവതില്ലാത്ത പോലെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചു. കുട്ടി നന്നായി കഴിച്ചു, ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചിങ്ങനെ മന്ദം മയങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. സദ്യ കഴിച്ചിട്ടേ എൻ്റെ വയറിങ്ങനെ ഒരു പൊന്നു ഒരു രക്ഷയില്ല, ഭയങ്കര ബുമ്മെന്നായിട്ട് ഒരു നല്ല സൂപ്പർ ഉറങ്ങി. സദ്യ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് അല്ലേ. ഞാൻ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഉറങ്ങിയിട്ടോ, എന്തൊരാശ്വാസം. പക്ഷെ ഇത്തിരി ഒരു മന്ദം മയങ്ങിയൊരു ഫീൽ അല്ലേ ഏട്ടാ, തോന്നുന്നുണ്ടോ? ഉറക്കധികമായിട്ടേ എന്തോ ഒരു സുഖമില്ലായ്മ. അപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ, ഇമ്മും ഇല്ല. ഇമ്മ ഇവിടെ തന്നെ അമ്മയുടെ ഒപ്പം ഇരുന്ന് കളിക്കും. നമുക്ക് കൽപ്പാത്തി പോയാലോ? അങ്ങനെ നമ്മൾ കൽപ്പാത്തി എത്തി. കുറച്ചിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വെള്ളെടുത്ത് മുട്ട ബജി കിട്ടുമെന്ന് നോക്കിയിട്ട് വേറെ സ്ഥലത്തൊക്കെ നോക്കിയായിരുന്നു നമ്മൾ. എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ മുട്ട ബജി ഭയങ്കര ഇഷ്ടം. പക്ഷെ തിരുവോണത്തുനിന്നാണല്ലേ, നോൺ വെജ് കഴിക്കില്ല നമ്മുടെ ഭാഗത്തുനിന്ന്. പക്ഷെ അതിപ്പോൾ കുഴപ്പമില്ലല്ലോ, മറ്റേ മലബാർ സൈഡിലേക്ക് നോൺ വെജ് കഴിക്കില്ലേ, അത് മനുഷ്യരല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മുട്ട വെജ്, പിന്നെ മുട്ട വെജാണ് അത്രേ, മുട്ട വെജാണെന്നാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട വെജ് കഴിക്കാമെന്ന് വെച്ച് നടന്നില്ല. ഇപ്പം നമ്മൾ കൽപ്പാത്തിയിലെത്തി. ഇനി ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നടന്ന എന്തൊരു ശാന്തമായ അന്തരീക്ഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നടക്കാനായിട്ട്, ഭയങ്കര രസമാണ്, ഭയങ്കര പോസിറ്റീവ് അല്ലേ. പിന്നെ ഇവിടുത്തെ മണം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അമ്പലത്തിൻ്റെ ഭാഗത്തുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും, നല്ല രസമാണ്. കണ്ടോ, ഇതൊക്കെ എന്തോ നല്ല ഫ്രെയിമാല്ലേ. ഒരിക്കൽ ഞാൻ കൽപ്പാത്തി തേരിന് വന്നിട്ടുണ്ട്, അത് ഈ ഭാഗത്തല്ലേ നടക്കുക. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് അനിയനും ഉണ്ടായിരുന്നു, അതുപോലെ വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളും കൂടി തിരക്കിൽ പെട്ടു. അതൊരു ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക്. ഇനി അടുത്ത തവണ പറ്റിച്ച തേര് കാണാൻ വേണ്ടിയിട്ടും വരണം. അങ്ങനെ നല്ലൊരു ഓണായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് കഴിച്ചു, ഉറങ്ങി, വൈകിട്ട് കൽപ്പാത്തിയിൽ നടക്കാൻ പോയി. ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇറങ്ങും തൃശ്ശൂർക്ക്. അപ്പോൾ പിന്നെ ഇന്നത്തെ സദ്യയുടെ ബാക്കി നാളത്തേക്ക് ഉണ്ടാവും അവിടെ. അപ്പോൾ പിന്നെ നാളെ ഇനി അവിടെ സദ്യ തന്നെയാണ്. അപ്പോൾ പിന്നെ 2-3 ദിവസത്തേക്ക് ഓടുമല്ലോ. പുളിയിഞ്ചൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാവും. ഇനി കാളനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തേക്കുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ബൈ.